എനിക്കിവിടെ അരുണാചലിൽ ഒരു നോർത്ത് ഈസ്റ്റ് ഫാമിലി ഉണ്ട്. നോർത്ത് ഈസ്റ്റിലെ പല സംസ്ഥാനത്ത് നിന്നുള്ള ആളുകളും അരുണാചൽ പ്രദേശിലെ പല ട്രൈബിൽ നിന്നുള്ള ആളുകളും ഒക്കെ ഈ ഫാമിലിയിലുണ്ട്. ഇതാ കണ്ടില്ലേ, ഇവരൊക്കെയാണ് എന്റെ ഇവിടുത്തെ ഭാവിമാര്. ഇവരുടെ എന്തെങ്കിലുമൊക്കെ ഫെസ്റ്റിവൽ വരുമ്പോൾ ഇവർ എന്നെ ഇൻവൈറ്റ് ചെയ്യും. അങ്ങനെ ആദ്യം എന്ന് പറഞ്ഞിട്ടുള്ള ട്രൈബിന്റെ സൊലൂങ് ഫെസ്റ്റിവലിൽ പങ്കെടുക്കാൻ വന്നതാണ് കേട്ടോ. ഞാൻ ഇവരുടെ ഫെസ്റ്റിവൽസിനൊക്കെ പോകുമ്പോൾ യൂഷ്വലി ഇവരുടെ തന്നെ ട്രഡീഷണൽ ഡ്രസ്സൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ പോവാറ്. പക്ഷെ ഒരു തവണയെങ്കിലും നമ്മുടെ കേരള സാരിയൊക്കെ കൊടുത്ത് പോകണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ഇത്തവണ എന്തായാലും ഞാൻ നമ്മുടെ കേരള സാരിയൊക്കെ കൊടുത്തിട്ടാണ് പോയത്. ചെറിയ കുട്ടികളുടെയൊക്കെ എക്സാം നടക്കുമ്പോൾ ഓഡ് വൺ ഔട്ട് എഴുതാൻ വരില്ലേ, അതായിരുന്നു കേട്ടോ ഞാനിവിടെ. സ്റ്റേജിൽ ഇതാ സൊലൂങ് ഫെസ്റ്റിവലിന്റെ ഇനാഗ്രേഷൻ പരിപാടിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അരുണാചലിന്റെ CM ആണ് കേട്ടോ ചീഫ് ഗസ്റ്റ്. സ്റ്റേജിൽ പ്രോഗ്രാം നടക്കുമ്പോഴേ ഇതാ നമുക്കിവിടെ ഫുഡ് സെർവ് ചെയ്യാൻ തുടങ്ങി. എല്ലാം ഇവരുടെ ട്രഡീഷണൽ ഐറ്റംസ് ഒക്കെ ആണ് കേട്ടോ. ഇത് മിഥുൻ എന്ന് പറഞ്ഞിട്ടുള്ള ആനിമൽ ഉണ്ട് അരുണാചൽ പ്രദേശിൽ, അതിന്റെ ബോയിലാണ്. പിന്നെ ആ ഗ്ലാസ്സിൽ ഉണ്ടായിരുന്നത് ഇവരുടെ ലോക്കൽ വൈനാണ്. അപ്പം ഇത് മിഥുന്റെ തന്നെ പാർട്സ് ആണ്, ഇൻറ്റസ്റ്റൈനും അതുപോലെ അതിന്റെ ഇന്റേണൽ ഓർഗൻസും ഒക്കെ. നമ്മുടെ നാട്ടിൽ ബോട്ടി ഉണ്ടാക്കില്ലേ, അതുപോലെ ഇവരുടെ സ്റ്റൈലിൽ ഉണ്ടാക്കിയതാണ്. ഇവരുടെ ഫുഡൊക്കെ എനിക്ക് കഴിക്കാൻ പറ്റുമോ എന്നുള്ള കമന്റ്സ് ഞാൻ കാണാറുണ്ട് കേട്ടോ. ഫുഡ് ഒരു ഹാബിറ്റ് അല്ലേ, ഇവിടെ വന്ന് ശീലമായപ്പോൾ എനിക്ക് ഉപ്പ് കുറച്ചൊക്കെ കഴിക്കാൻ പറ്റും. അപ്പോൾ സൊലൂങ്ങിന്റെ വിശേഷങ്ങൾ തീർന്നിട്ടില്ല. എല്ലാം കൂടെ ഒറ്റ വീഡിയോയിൽ പറഞ്ഞാൽ നിങ്ങൾക്കും ബോറാവില്ലേ? അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം ഇവരുടെ മെയിൻ കോഴ്സ് ഫുഡൊക്കെ എന്താണ് സെർവ് ചെയ്തതെന്നൊക്കെ ആയിട്ട്. സോ സീ യു നെക്സ്റ്റ് വീഡിയോ. ബൈ.